ഞാൻ പണ്ടുപോലെ എങ്ങനെയാ ഒരു തുമ്പ് കിട്ടിയാൽ തുമ്പ് വരെ പോകും. നേരെ ഡൊമിനിക് റിവ്യൂലേക്ക് എങ്ങനെയുണ്ട്? വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതെ പകരം വെക്കാൻ ആളില്ലാത്ത നടൻ മമ്മൂട്ടി. ഇനി മമ്മൂട്ടിക്ക് പകരം ഒരു മമ്മൂട്ടി ഇല്ല. ലോക സിനിമയിലെ അത്ഭുതം എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്കും അസാധ്യമായിട്ടുള്ള അഭിനയമാണ് ഈ സിനിമയിലും കാഴ്ചവെച്ചിട്ടുള്ളത്. നല്ല പടമാണ്, നല്ലൊരു ഫീൽ ഗുഡ് പടമാണ്. എന്നാൽ ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട്, മമ്മൂക്കയുടെ ചില കോമഡീസ് ഉണ്ട്. പിന്നെ പുള്ളി നല്ല ലുക്കായിരുന്നു. ഇപ്പോഴും ഒരു കഴിഞ്ഞ പോലെ 23 ആളാണ്. ഈ പ്രായത്തിലും എന്നാ ഒരു ഇതാ സമ്മതിക്കണം. നിങ്ങളാണ് പുലി. നല്ലൊരു ഹിറ്റാണോ? സർപ്രൈസ് നമ്മള് കണ്ടു പറഞ്ഞ ഒരു സ്റ്റോറിയും കാര്യങ്ങളൊക്കെ മമ്മൂക്ക് ഒരു രക്ഷയില്ല. കിടിലൻ സ്ക്രീൻ പ്രസൻസ് തന്നെയാ. ഈ പ്രായത്തിലും ഒക്കെ ഭയങ്കരമായ അഴിഞ്ഞാട്ടം കാര്യങ്ങളാണ്. നിങ്ങൾ ഈ നാടിന്റെ അഭിമാനമാണ് രമേശൻ നായർ. അഭിനന്ദിക്കാൻ സത്യം പറഞ്ഞാൽ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. മമ്മൂട്ടി കമ്പനിയുടെ ആ ഒരു ക്വാളിറ്റി നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ഒരു ട്വിസ്റ്റ് ഉണ്ട്, അതൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഓവറോൾ നല്ല മൂവി തന്നെ, ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അത് കേട്ടാ മതി ഞങ്ങൾക്ക്. നല്ല സൂപ്പർ പടം. നമുക്ക് ഫസ്റ്റ് ജനുവരിയിൽ ഈ വർഷത്തെ ഫസ്റ്റ് ഹിറ്റ്. ഓക്കെ, സൂപ്പർ ഹിറ്റ്. ജൈവിളി അങ്ങ് കവല വരെ ഉണ്ടായെന്നാ കേട്ടത്. സൈലന്റ് ഹിറ്റ്, സൂപ്പർ പടം, ഒരു രക്ഷയില്ല. എങ്ങനെയാണ് ഇൻവെസ്റ്റിഗേഷൻ? ത്രില്ലടിപ്പിച്ചു. അവസാനത്തെ 20 മിനിറ്റ് കിടിലം. ലാസ്റ്റ് ഒരു സീനുണ്ട്, കുറെ സ്പോയിലേഴ്സ് ഉണ്ട്, നമ്മൾ പറയായിരുന്നു. ലാസ്റ്റ് ഒരു സീനുണ്ട് കേട്ടാ, കിട്ടില്ല. ഒരു ഫാൻ ബോയ് രീതിക്ക് കിടുമെന്ന് വെച്ചാൽ വൻ കിടും. ഓക്കെ, എടാ ഇത് സത്യമായ കാര്യമാണോ അതോ അല്ല നോണ, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ. ഓക്കെ അടിപൊളി, നല്ല സിനിമ. എന്താ പറയാ, മൂവിയുടെ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെ നല്ല എൻഗേജിങ് ആയിരുന്നു. ഒത്തിരി ഇഷ്ടപ്പെട്ടു. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് വാച്ച് ചെയ്യാം. സൂപ്പറാ ഇരുந்துச்சு. அப்படி பட்டைய கிளப்பிட்டீங்க. നീ വലിയവനാടാ. നിങ്ങളും